ഇതെന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ പച്ചപ്പയർ കേട്ടോ, പുളിപ്പയർ. ഇത് കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായി. പൊളിക്കാൻ വൈകിയതുകൊണ്ട് അത് അതിനകത്ത് തന്നെ ഇരുന്ന് മുളച്ചു കിട്ടാം. അപ്പം കുറച്ചൊക്കെ ചീഞ്ഞാളിഞ്ഞൊക്കെ പോയി. അതിൽ കുറച്ചുള്ളത് ക്ലീനാക്കി എടുത്താണ് കേട്ടോ. അത് തോരൻ വെക്കുന്ന വീഡിയോ ഉണ്ടത്. അപ്പോൾ അത് നന്നായി കഴുകി വരിയിട്ട് കുക്കറിലോട്ട് ഇട്ടു. അത് തികയില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം ഞാനൊരു ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിനൊപ്പം ഇട്ടു. എന്നിട്ട് അത് വേകാനായിട്ട് ആവശ്യത്തിന് വെള്ളം, ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ എരിവ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ, അപ്പോൾ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഇളക്കിയിട്ട് കുക്കറിൽ കയറ്റിയിട്ട് ഒരൊറ്റ വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം ഇന്ന് കഞ്ഞിക്കുള്ള കറിയാണ് കേട്ടോ. അത് ഇത് കഞ്ഞിയാണ്. പിള്ളേർക്കെല്ലാം പനിയായതുകൊണ്ട് കഞ്ഞി ആക്കിയിട്ടാണ്. അപ്പോൾ കഞ്ഞി റെഡി. ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ ഇപ്പോൾ വെക്കണ കറിക്ക് താളിക്കാനുള്ള ഉള്ളിയാണ് കേട്ടോ അത് തൊലിക്കുന്നത്. ഉള്ളി പൊളിക്കുക, നമ്മൾ തൊലിക്കുക എന്ന് പറയില്ല. അതൊരു 3-4 എടുത്തിട്ട് കുനുകുനാ മുറിക്കണം. പിന്നെ അപ്പോഴത്തേക്കും ഒരു വിസിൽ വന്നു കേട്ടോ. ഒരൊറ്റ വിസിൽ മതി. പിന്നെ ഒരു 4 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചത് കേട്ടോ, താളിക്കുമ്പോൾ ഇടാനാണ്. അപ്പോൾ എയറൊക്കെ പോയി കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഒരു ലേശം ഉണ്ടാവും വെള്ളം, അത് താളിക്കുമ്പോൾ സെറ്റാവും കേട്ടോ. അപ്പോൾ ചൂടായ എണ്ണയ്ക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. അത് പൊട്ടിച്ചിട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളി അതിലോട്ട് ആഡ് ചെയ്യുക. ചെറിയ ഉള്ളി ചേർക്കുക, കറിവേപ്പില ചേർക്കുക, കടുക് വറ. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം കടുക് വറുത്ത് ഉള്ളി നന്നായി മൂക്കുമ്പോൾ വേവിച്ച് വെച്ച നമ്മുടെ മറ്റേ സാധനം ഇതിനകത്ത് കൊട്ടുക, ഇടുക. ഇതൊക്കെ എൻ്റെ ഭാഷയാണ് കേട്ടോ. അങ്ങനെ അത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. അപ്പം ഇന്നത്തെ കറി റെഡി, ഇന്നത്തെ വീഡിയോ റെഡി. അത്രേ ഉള്ളൂ കേട്ടോ.